ഗോഡ്സ് മ്യൂസിക്, ദൈവസംഗീതം. നമുക്കേവർക്കും സംഗീതം കേൾക്കാൻ ഇഷ്ടമാണ് അല്ലേ? അതൊരു ദൈവസംഗീതം കൂടിയായാലോ? മനസ്സിന് കുളിർമയേകുന്നതും സമാധാനം നൽകുന്നതുമായിരിക്കും. നമുക്കിന്ന് അങ്ങനെ ഒരു വ്യക്തിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. സംഗീതവും ആധ്യാത്മികതയും ഒത്തുചേർന്നാൽ എങ്ങനെയിരിക്കും? അങ്ങനെ ഒരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാം. വരൂ. അച്ഛാ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്, ഗോഡ്സ് മ്യൂസിക് എന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അച്ഛൻ തന്നെ പരിചയപ്പെടുത്തി കൊടുക്കാം. ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കണേക്കാൾ നല്ലത് അതായിരിക്കും. ഞാൻ ഫാദർ ജിൻഡേഷ് മാളികൽ, OFM കൺവെൻച്വൽസ് ആണ്. ഞങ്ങൾ ഫ്രാൻസിസ്കൻ സഭയിൽപ്പെട്ട ഒരു വൈദികനാണ്. എൻ്റെ വീട് ചാലക്കുടിക്ക് അടുത്ത് കുറ്റിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ എനിക്ക് അപ്പച്ചൻ, അമ്മച്ചി, ചേട്ടൻ്റെ ഭാര്യ, 2 കുട്ടികൾ ആണ്. ഞങ്ങളെ ചെറിയൊരു കുടുംബമാണ്. ഫാമിലിയാണ്. ഓക്കെ, നമുക്കെന്നാ അങ്ങോട്ടേക്ക്. അച്ഛാ, ഞാൻ അച്ഛനെ ഇപ്പം കൂടുതൽ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് കണ്ടിട്ടുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് കണ്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ നമുക്കങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല ഇതുവരെ. അപ്പം ഇൻസ്റ്റഗ്രാമിലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പാട്ടുകൾ പാടുന്നതായിട്ട് തന്നെയാണ് വീഡിയോസ് എല്ലാം കണ്ടിട്ടുള്ളത്. അപ്പം കൂടുതൽ ആത്മീയമായ പാട്ടുകളാണ്. പക്ഷെ അച്ഛൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ ആയാലും എല്ലാം നമുക്ക് ശരിക്കും ഒരു ഫീലിങ്ങോട് കൂടിയാണ് അച്ഛൻ ആ പാടുന്നത് എന്നുള്ളത്. കുർബാന മധ്യയുള്ള പാട്ടുകൾ ഉണ്ടാവാറുണ്ട്, അല്ലാതെ പാടുന്ന പാട്ടുകളുണ്ട്. എങ്ങനെയായാലും അതെല്ലാം ഒരു ആഴത്തിലുള്ളൊരു ഫീലിങ്ങോട് കൂടി പാടുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞാനൊരു പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് ഏതായിരിക്കും പെട്ടെന്നൊന്ന് ചൂസ് ചെയ്യാൻ പറ്റുക? തീർച്ചയായും എനിക്കൊരു കൺഫ്യൂഷനും ഇല്ല. ഞാൻ പാടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പാട്ടായി. എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ പാട്ടുകളോടാണ് കൂടുതലൊരു താല്പര്യമുള്ളത്. അപ്പം എൻ്റെ നാവിൻ തുമ്പിലുള്ളതും ഏറ്റവും കൂടുതൽ ഞാൻ പാടിയിട്ടുള്ളൊരു പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവേ ദൈവാത്മാവേ എന്ന് പറഞ്ഞൊരു പാട്ടാണ്. അപ്പോൾ അത് ഞാൻ ഒരുപാട് സ്ഥലത്ത് പാടിയിട്ടുണ്ട്. ആ പാടുമ്പോഴൊക്കെ ഒരു അഭിഷേകം എനിക്കും ഉണ്ടാവാറുണ്ട്, കേൾക്കുന്നവർക്കൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു വചനമാണ്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-23 വചനമാണ്. അപ്പോൾ അതിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെ പറ്റിയിട്ടാണ് ഈ പാട്ട് പറയുന്നത്. അത്ര എനിക്ക് ഭയങ്കര ടച്ച് ആയിട്ടുള്ളൊരു പാട്ടാണ്. അത് നമുക്ക് ആ പാട്ടെന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ കേട്ട പാട്ടാണ്? ചെറുപ്പത്തിലല്ല, ഞാൻ പാടാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇതെന്റെ നാവിൻ തുമ്പിൽ വരാൻ തുടങ്ങിയത്. ഇപ്പൊ പരിശുദ്ധാത്മാവിന്റെ പാട്ടെന്ന് പറയുമ്പോ അതായിരിക്കും ഫസ്റ്റ് വരുള്ളൂ. അത് എന്തുകൊണ്ടാണ് ആ പാട്ടിനോട് ഇത്ര ഫീലിംഗ് വരാനുള്ള കാരണം? അത് പാടുമ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു സന്തോഷവും ഒരു അഭിഷേകം എന്നൊക്കെ നമ്മൾ പറയില്ല, ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനത് സെലക്ട് ചെയ്യാൻ. അപ്പൊ അച്ഛൻ ഈ ഒരു പാട്ട് പാടാലോ? തീർച്ചയായും. സ്നേഹം നിന്നിലാണല്ലോ, ആനന്ദവും നീയല്ലോ, സമാധാനവും നീയല്ലോ, ക്ഷമയും നീയല്ലോ. സ്നേഹം നിന്നിലാണല്ലോ, ആനന്ദവും നീയല്ലോ, സമാധാനവും നീയല്ലോ, ക്ഷമയും നീയല്ലോ. ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും നീ പരിശുദ്ധാത്മാവേ. വേഗം വരണേ, എന്നിൽ നിറയണമേ. വേഗം വരണേ, എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ ദൈവാത്മാവേ സത്യാത്മാവേ ജീവാത്മാവേ
ദൈവാത്മാവേ എന്നുള്ളിൽ ദൈവരാജ്യം പണിയേണമേ. എൻ ഹൃദയം ദൈവാലയം ആക്കേണമേ. പക്ഷേ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ ശരിക്കും ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയുന്നൊരു ഫീലാണ്. അതിനകത്ത് ഫലങ്ങൾ തന്നെയാണ് അതിനകത്ത് കൂടുതൽ പറയുന്നത്. ആനന്ദം, സ്നേഹം, ആത്മസംയമനം എല്ലാം പറയുന്നുണ്ട്, സമാധാനം. എനിക്ക് തോന്നുന്നു, എനിക്ക് കൂടുതൽ അതിനകത്തൊരു ടച്ചിങ് ആയിട്ട് തോന്നിയൊരു കാര്യം, നമ്മളെപ്പോഴും ഒരു പരിശുദ്ധമായ സ്ഥലം എന്ന് പറയുന്നതാണ് ദേവാലയം. അപ്പം നമ്മുടെ ഹൃദയത്തെ അങ്ങനെ ഒരു ദേവാലയമായി മാറ്റണമേ എന്നുള്ള ആ ഒരു വരിയാണ് എനിക്ക് കൂടുതൽ ഒരു ടച്ചിങ്. അതുപോലെ തന്നെ സമാധാനം നിറയ്ക്കണമേ എന്നുള്ളൊരു ഇത്. പക്ഷേ ഇപ്പം നമ്മുടെ അമലോത്ഭവ ചാനലിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അച്ഛന് സമർപ്പിക്കാൻ പറ്റുന്ന, അവർക്കും ഒരുപക്ഷെ സ്പർശിക്കുന്ന രീതിയിലുള്ളതും അച്ഛനും സ്പർശിച്ചിട്ടുള്ള ഒരു ഗാനം അതേതാണ്? അങ്ങനെ പറയുമ്പോൾ അമലോത്ഭവ എന്ന് പറയുമ്പോൾ തന്നെ പരിശുദ്ധ അമ്മയാണല്ലോ. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഒരു പാട്ടെന്ന് പറഞ്ഞാൽ നീ എൻ്റെ വെളിച്ചം എന്ന് പറഞ്ഞ പാട്ടായിരിക്കും ഞാൻ പാടുള്ളൂ. കാരണം ചെറുപ്പം മുതലേ ഈ പാട്ട് എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെറുപ്പത്തിലെ ചില ദുഃഖകരമായ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ചിലപ്പോൾ വല്ലയിടത്തൊക്കെ പോയിരുന്നിട്ട് ഒറ്റയ്ക്ക് പാടും ഈ പാട്ട്, നീ എൻ്റെ വെളിച്ചം ജീവൻ്റെ തെളിച്ചം. അപ്പം എൻ്റെ കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ കണ്ണുനീരൊഴുകും. പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ പറ്റും. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ വല്ലപ്പോഴൊക്കെ പാടുമ്പോൾ എനിക്ക് എൻ്റെ കണ്ണ് നിറഞ്ഞു പോകും. അത് വല്ലാതെ എന്നെ ഈ ഡിഫിക്കൽട്ട് മൂമെൻ്റൊക്കെ ഫേസ് ചെയ്യാനായിട്ട് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. ആ പാട്ടാണ് ഞാൻ പാടുള്ളൂ. അപ്പം എന്നാൽ ആ ഒരു പാട്ട് തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് തീർച്ചയായും പാടാം. നീ എൻ്റെ വെളിച്ചം ജീവന്റെ തെളിച്ചം, നീ എൻ അഭയമല്ലേ അമ്മേ, നീ എൻ അഭയമല്ലേ. നീ എൻ്റെ വെളിച്ചം ജീവന്റെ തെളിച്ചം, നീ എൻ അഭയമല്ലേ അമ്മേ, നീ എൻ അഭയമല്ലേ. കൈവെടിയരുതേ കന്യാമറിയമേ, കനിവിൻ കേദാരമേ അമ്മേ, കനിവിൻ കേദാരമേ. നീ എൻ്റെ വെളിച്ചം ജീവന്റെ തെളിച്ചം, നീ എൻ അഭയമല്ലേ അമ്മേ, നീ എൻ അഭയമല്ലേ. വളരെ അർത്ഥവത്തായിട്ടുള്ള വരികളാണ് അച്ഛനിപ്പോൾ പാടുമ്പോഴാണെങ്കിലും ആ ഒരു ഫീലിങ്ങോടുകൂടിയാണ് പാടിയത്. അച്ഛൻ്റെ കണ്ണ് നിറയുമ്പോൾ നമുക്കത് അറിയാൻ പറ്റുന്നുണ്ട് എത്രത്തോളം ആ ഒരു പാട്ട് അച്ഛൻ്റെ ലൈഫിൽ സ്വാധീനിച്ചിട്ടുണ്ട്, ബാല്യകാലത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ബാല്യകാലത്തിൽ നിന്ന് തന്നെയല്ല എനിക്ക് തോന്നുന്നു ഇപ്പോഴാണെങ്കിലും ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും അച്ഛൻ ഒരുപക്ഷെ ആശ്രയിക്കുന്ന അമ്മയെക്കുറിച്ചുള്ള ആ ഒരു പാട്ടാണിത്. അമലോത്ഭവ ചാനലിൻ്റെ പ്രേക്ഷകർക്കാണെങ്കിലും ആ ഒരു പാട്ടിൻ്റെ ഒരു ഫീല് അത് അവർക്കും കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ എനിക്കും വളരെ, ഞാനാണെങ്കിലും ഒരുപക്ഷെ എപ്പോഴും പരിശുദ്ധ അമ്മേനെ ആശ്രയിക്കാറുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പാട്ട് എനിക്കും കുറച്ച് ഫീലായിട്ട് തോന്നി. അച്ഛൻ മനുഷ്യനെ കരയിപ്പിച്ച് കളഞ്ഞു. അച്ഛൻ ഈ ഡിവോഷണൽ സോങ്സ് മാത്രമേ പാടാറുള്ളൂ, അല്ലെങ്കിൽ സിനിമ സോങ്സ് ഒക്കെ പ്രിഫർ ചെയ്യാറുണ്ട്? അച്ഛൻ ആ സിനിമ പാട്ടൊന്ന് പാടാവോ? വിശ്വം കാക്കുന്ന നാഥ, വിശ്വൈകനായക, ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ, നിന്നാത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വ
വിശ്വം കാക്കുന്ന നാഥ വിശ്വൈകനായക ആത്മാവിലെരിയുന്ന തീയണയ്ക്കു നിന്നാത്മചൈതന്യം നിറയ്ക്കൂ ആത്മചൈതന്യം നിറയ്ക്കൂ. ശരിക്കും നിങ്ങൾക്ക് വൈദികർക്ക് ഈ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യണതിന് എന്തെങ്കിലും ലിമിറ്റ്സോ അല്ലെങ്കിൽ അത് സഭയിൽ നിന്ന് അനുവദനീയമാണോ ഈ ഒരു കാര്യം? നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുമുണ്ട്. ആ സമയത്ത് എന്നോട് ഏറ്റവും കൂടുതൽ പാടാൻ പറഞ്ഞിട്ടുള്ളൊരു പാട്ടുണ്ട്. അത് ഈ കോടാനുകൂടി പാവം മറന്നെന്നെ എന്ന് പറഞ്ഞൊരു പാട്ടാണ്.